TV വെക്കണം. ഇപ്പൊ എന്ത് വരും അപ്പറേ ചോറിനോ വന്നിട്ട് വെച്ചേരും. അയ്യോ അത് തന്നെ. Good afternoon. A very, very good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon.
ഇന്ന് ടീച്ചർ ആയിരുന്നോ നിങ്ങൾക്ക്? ടീച്ചർ ഇല്ല കേട്ടോ, ടീച്ചർ ഇന്ന് ലീവാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്നലെ ഇംഗ്ലീഷ് മിസ് അല്ല വന്നത്, മാറി മാറി വരുന്നുണ്ട്. ആ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പ്രേയർ സ്റ്റാർട്ട് ചെയ്യാം. പ്രേയർ ആരാണ്? ഞാൻ തന്നെ ചെയ്യാം മിസ്സേ. ഓ ഓ എന്നാ ചെയ്തോട്ടെ. ഓക്കെ, മഞ്ജുഷ. രാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടും ഈ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ, ചൂടുവയ്ക്കും ഈ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ കണങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. സൈനിങ് ഉണ്ടോ ആരെങ്കിലും? സൈനിങ് നിങ്ങൾ സൈനിങ്ങേ ചെയ്യാറില്ലല്ലോ, എപ്പോഴും പ്രെയർ മാത്രമേ ഉള്ളല്ലോ. സൈനിങ് ചെയ്യാത്ത എന്താണ്? തോട്ട് ഉണ്ടോ? തോട്ട് ഓഫ് ദ ഡേ അതും ഇല്ല. മറ്റേ ക്ലാസ്സിൽ എന്താണ്? സബീഷ മേർ. ഓക്കെ. You may never know what results come of your actions, but if you do nothing, there will be no results. Mahatma Gandhi. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോക്കൽ ടൂർ വരെ പറഞ്ഞു നിർത്തിയില്ലേ? കുറെ അധികം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ചിലർ നിങ്ങളുടെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ. ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ എന്തായി മനസ്സിലായി എന്നൊന്ന് പറയണം കേട്ടോ വായിച്ചിട്ട്. വാട്ട് ഈസ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ? വായിച്ചോ? എന്താ മനസ്സിലായത്? എന്താണ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ? ഓക്കെ മിസ്, ദിസ് ഈസ് എ വാക്കിംഗ് ടൂർ. പിള്ളേരെ ടീച്ചേഴ്സ് വെളിയിലൊക്കെ കൊണ്ടുപോയി ഓരോന്ന് കാണിച്ചു കൊടുക്കുക, ഹൈക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ടൂറിന്റെ പ്രത്യേകത. അതെ, അതായത് എന്താ പറയാ, വാക്കിംഗ് ടൂർ എന്ന് പറയും അല്ലേ? ദിസ് ടൈപ്പ് അതർവൈസ് കോൾഡ് വാക്കിംഗ് ടൂർ. അതായത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട്
എന്താ പറയാ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോവുക, ഒരു വരിയായിട്ട് കൊണ്ടുപോയിട്ട് ചിലപ്പോ അത് റോഡിന്റെ അടുത്താകാം, അല്ലെങ്കിൽ ഇപ്പോ സ്കൂളിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു എന്താ പറയാ സ്ഥലത്തേക്കാകാം. അങ്ങനെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു തരം ടൂറാണിത് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്ന് പറയുന്നത് കേട്ടോ. ഔട്ട്ഡോർ ക്ലാസ് ആണ്, അതായത് ക്ലാസ്സിന് പുറത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതാണിത് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ. ഇതിന്റെ മറ്റൊരു പേരെന്താണ്? വാക്കിംഗ് ടൂർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്ക് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ടീച്ചർ ടൂർ. ഓക്കെ, അതും കൂടി ഒന്ന് വായിക്കൂ കേട്ടോ. ടീച്ചർ ടൂർ വായിക്കൂ. ഓക്കെ, എന്താ ഉഷാനില്ലേ ടീച്ചർ ടൂർ എന്താണ്? അവധിക്കാലത്താണ് മാനേജ്മെന്റ് ഈ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ടീച്ചേഴ്സിനുള്ളതാണ്. ഇൻ ഓൾ ദ അബൌട്ട് ടൂർസ് ദ ടീച്ചർ ഈസ് കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ടൂറിന് പോയാൽ ടീച്ചേഴ്സിന് ചെറിയ റിലാക്സേഷൻ പാടാണ്. അവരുടെ പുറകെയൊക്കെ ഓടി ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ടീച്ചേഴ്സിന്റെ സബലീകരണത്തിന് വേണ്ടിയാണ് ഈ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ടൂർ അറേഞ്ച് ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനേജ്മെന്റ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. ടീച്ചേഴ്സിന് ഒരു റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ടൂറാണെന്ത് ടീച്ചർ ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ടൂറ് നടത്തപ്പെടുന്നത് വെക്കേഷൻ ടൈമിലാണ്. കാരണം സ്കൂളില്ലാത്ത സമയം എന്ന് പറയുന്നത് വെക്കേഷൻ ടൈം ആണല്ലോ. അപ്പോ ആ ഒരു മാസങ്ങളിലായിട്ടാണ്, അതായത് വെക്കേഷൻ ടൈമിലുള്ള സമയത്താണ് ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക, ടൂറ് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോ നമുക്കറിയാം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികളുടെ പുറകെ ഓടുന്നവരാണ് അല്ലെ. പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണെങ്കിൽ അവർക്ക് കുറച്ച് സ്ട്രെയിനും എഫേർട്ടൊക്കെ കൂടുതലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പോ അത്തരത്തിലുള്ള അങ്ങനെയുള്ള ടീച്ചേഴ്സിന് കുറച്ച് റിലാക്സേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് തന്നെ എഫേർട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന ഒരു ടൂറാണിത് ടീച്ചർ ടൂർ എന്ന് പറയുന്നത്. പല സ്ഥലത്തേക്ക് ടീച്ചേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ, ടീച്ചേഴ്സ് ഉണ്ടാവും, പിന്നെ മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. ടീച്ചർ ടൂറിന് പോകുമ്പോൾ കുട്ടികളൊന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് ടീച്ചർ ടൂറിന്റെ പ്രത്യേകത. ഇനി അടുത്തൊരു പാരഗ്രാഫ് നോക്കൂ. Besides the program is of two types. One is inside the campus like a film show, puppet show, etc. Second one is outside the campus where the children are taken to see a circus, children's cinema, etc. These are all done and there are disbarment fees. അതായത് നമ്മൾ സ്കൂളിൽ നടത്തുന്ന പ്രോഗ്രാംസിനെ രണ്ട് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ക്യാമ്പസിനുള്ളിൽ തന്നെ നടത്തുന്ന ചില ഷോകളുണ്ട്. ക്യാമ്പസിനുള്ളിൽ തന്നെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചില ഷോസ് നടത്താറുണ്ട്. ഫിലിം ഷോ നടത്താറുണ്ട്, അതുപോലെ തന്നെ പപ്പറ്റ് ഷോ നടത്താറുണ്ട്.
ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാല് സ്കൂളിന് പുറത്ത്, അതായത് ക്യാമ്പസിന് പുറത്തേക്ക്, സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തേക്ക് കുട്ടികളെ ചില ഇതിൽ കൊണ്ടുപോകാറുണ്ട്. അത് ചിലപ്പോൾ സർക്കസിനായിരിക്കാം, അല്ലെങ്കിൽ ചിൽഡ്രൻ സിനിമയ്ക്കായിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, 2 തരം പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ 2 തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങള് സ്കൂൾ അതോറിറ്റി ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിക്കുക കേട്ടോ. ആ ഒരു പേജ് മൊത്തം ഒന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് പറയാം. ഒരു പാരഗ്രാഫ് ഇൻ ഓൾ ദ എബോവ് കേസസ് തുടങ്ങിയിട്ട് പീസ് കീപ്പിംഗ് വരെ ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ. In all the above cases, wherever teacher is given any kind of fees collection works, the teacher should keep a notebook and enter the daily collection in it with date, name of students, amount collected, and the purpose as the heading of the page. Preferably with the statement about the received amount, total amount in words of the bill is put.
She should note the bill number, serial number, and the name of the students when the bills are dispersed. Okay. അതായത് ചില കേസുകളിൽ ഫീ കളക്ഷന്റെ ചുമതല ആർക്ക് കൊടുക്കാറുണ്ട്? ടീച്ചേഴ്സിന് കൊടുക്കാറുണ്ട്. ഓൾമോസ്റ്റ് ടീച്ചേഴ്സിന് തന്നെയാണ് എന്ത് കൊടുക്കുന്നത്? ഫീസ് കളക്ഷന്റെ ഡ്യൂട്ടി കൊടുക്കാറ് അല്ലേ? അപ്പൊ ഈ ഫീസ് കളക്ഷന്റെ ഡ്യൂട്ടി കൊടുക്കുമ്പോൾ ടീച്ചർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരിക്കും? എന്താണ് ആ കാര്യം? എന്താണ് PDF പറയുന്നത്? അധ്യാപകൻ ഒരു നോട്ട് ബുക്ക് സംരക്ഷിക്കുക, അതിൽ ദിവസേന കളക്ഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുക, അതിൽ തീയതി, വിദ്യാർത്ഥിയുടെ പേര്, ശേഖരിച്ച തുക, അതിന്റെ ഉദ്ദേശം എല്ലാം ചേർക്കണം. ലഭിച്ച ബില്ലിന്റെ വിവരവും ചേർക്കുന്നത് നല്ലതാണ്. ബില്ലുകൾ വിതരണം ചെയ്യുമ്പോൾ അധ്യാപകൻ ബിൽ നമ്പർ, സീരിയൽ നമ്പർ, വിദ്യാർത്ഥിയുടെ പേര് എന്നിവ പ്രത്യേകം ചേർക്കണം. ഓക്കെ. അപ്പൊ ചില എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഉഷ പറഞ്ഞത് ശരിയാണ്. അപ്പൊ നമുക്കൊന്നും കൂടി നോക്കാം. അതായത് ഫീസ് കളക്ട് ചെയ്യുമ്പോൾ അത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഒരു നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഡെയിലി കളക്ഷൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും നോട്ട് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്തണം. അതിനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന് സ്റ്റുഡന്റിന്റെ നെയിം, സ്റ്റുഡന്റിന്റെ പേര് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് കളക്ട് ചെയ്തത്, എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്തത്, അതുപോലെ തന്നെ എത്ര രൂപയാണ് നമ്മൾ റിസീവ് ചെയ്തത്, അത് നമ്പറിലും എഴുതാം, അതുപോലെ തന്നെ വേർഡ്സിലും എഴുതാം. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കളക്ട് ചെയ്തിട്ട് ബില്ലായിട്ട് സൂക്ഷിച്ച് വെക്കണം. പിന്നെ ബിൽ നമ്പർ നമ്മൾ നോട്ട് ചെയ്യണം, അതിന്റെ സീരിയൽ നമ്പർ നോട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകട്ടെ. അത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. എന്തൊക്കെ കാര്യങ്ങൾ ഫീസ് കളക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ബുക്കിൽ ടീച്ചേഴ്സ് രേഖപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഈ സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, ഈ ഒരു 3 ചാപ്റ്ററിനൊക്കെ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തൊക്കെയാണ് റെക്കോർഡിക്കൽ, എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അതുപോലെ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് സ്കൂൾ മാനേജ്മെന്റ്, നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തിനാണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തപ്പെടുന്ന മാനേജ്മെന്റ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഓഫീസ് മാനേജ്മെന്റിൽ നമ്മൾ പ്രധാനമായിട്ടും ആ സിമ്പിൾസ് നോക്കി വെക്കണം. എന്തൊക്കെയാണ് ഓഫീസ് മാനേജ്മെന്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പലതരത്തിലുള്ള ടൂറുകൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫീസുകൾ, ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരിക. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്, അതൊക്കെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസിന് വരാം. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. then അടുത്തത് taking part in function and meeting. The teacher should think of school as a home. When a function is celebrated in the home, everyone gets some part in the function. Besides, when a function is resolved to be celebrated in the school, or a meeting is decided to be conducted in the school, the teacher has part in it. The wanted work to be shared in the function and meetings are. അതായത് എന്താ പറയാ, ടീച്ചർ എന്ന് പറയുന്നത് സ്കൂളിനെ അവരുടെ വീട് പോലെ തന്നെ കാണണം. അങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരു ഫംഗ്ഷൻ ഒക്കെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ ഫംഗ്ഷൻസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഗസ്റ്റുകളൊക്കെ വരുന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്യണം? സ്കൂളിലെ ഗസ്റ്റുകളെ നമ്മൾ സ്വീകരിച്ച് ഇരുത്തണം. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ, അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസും മീറ്റിംഗ്സ് ഒക്കെ നടക്കുമ്പോൾ ചില റെസ്പോൺസിബിലിറ്റീസ് ടീച്ചേഴ്സിന് തമ്മിൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. എല്ലാ കാര്യവും ഒരാൾക്ക് തന്നെ ആയിരിക്കില്ല. ടീച്ചേഴ്സ് ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേർക്കും എന്ത് ചെയ്യാറുണ്ട്? ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഫംഗ്ഷനുകളും മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ഓരോരോ ഗസ്റ്റുകളെ വരുന്നവരൊക്കെ സ്വീകരിച്ചിരുത്താനും അതുപോലെ തന്നെ ഓരോ ഡ്യൂട്ടി കൊടുക്കുമ്പോൾ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാനൊക്കെ ടീച്ചർമാര് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ സ്കൂളിൽ പല പല ഫംഗ്ഷൻസ് നടക്കും അല്ലെ. എന്തൊക്കെയാണ് ആ ഫംഗ്ഷൻസ്? അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് ടീച്ചേഴ്സ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോൾ? ഒരാളൊന്ന് പറഞ്ഞു. സ്കൂൾ ആനുവൽ ഡേ പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്യണം.
പിന്നെ ഓരോ പ്രോഗ്രാംസുകളും ലിസ്റ്റ് ഇട്ടിട്ട് കുട്ടികളെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. അതിന് കുറച്ച് ടീച്ചേഴ്സ് ആ വർക്ക് ഏറ്റെടുക്കും. പിന്നെ ഈ സ്കൂളിന്റെ സ്ക്രീനൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റേജ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരാൾ അറേഞ്ച് ചെയ്യണം. ഓക്കെ. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? VIPs ഒക്കെ വരുമ്പോൾ താഴെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. Arranging the VIPs, invitation committee. One or few teachers who take the work are capable of not only getting the date from the VIPs, they should only do work of printing invitations and issuing them. They should meet the VIPs again to make arrangements of their arrivals, retreat, and they are only responsible for the moment and a refreshment for the invited person. എന്താണ് VIPs വരും ശ്രദ്ധിക്കേണ്ടത്? ഫാത്തിമ കറക്റ്റ് ആയിട്ട് ഡേറ്റ് ഏതെങ്കിലും ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീച്ചേഴ്സോ ഒരുമിച്ചായിരിക്കും ഈ VIPsനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ മീറ്റ് ചെയ്യുക, അവരുടെ ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കുക, നമ്മുടെ പ്രോഗ്രാം ഡേറ്റ് ആയിട്ട് അവൈലബിൾ ആണോ എന്ന് നോക്കുക. അതുപോലെ അവരെ വിളിച്ച് ഒന്നും കൂടെ ആ സമയമാകുമ്പോൾ ഓർമ്മിപ്പിക്കുക. പിന്നെ അതുപോലെ ഇൻവിറ്റേഷൻസ് പ്രിന്റ് ചെയ്യേണ്ട കാര്യങ്ങളും അത് ഇഷ്യൂ ചെയ്യേണ്ട കാര്യങ്ങളും നോക്കുക. അതായത് ഒന്നോ രണ്ടോ ടീച്ചർമാരൊക്കെ ആയിരിക്കും VIPsനെ നമ്മൾ അതായത് സ്കൂളിലേക്ക് ക്ഷണിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനുള്ള. നമുക്ക് അറിയാലോ ചില പ്രോഗ്രാംസിനൊക്കെ VIPs ആര് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ ഭൂരിഭാഗം പേരും ചില സജഷൻസ് പറയാറുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ VIPsനെ സെലക്ട് ചെയ്യുക. ഇനി അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. കോണ്ടാക്ട് ചെയ്താൽ മാത്രം പോരാ, അവർ നമ്മുടെ ഡേറ്റിന് അതായത് നമ്മുടെ സ്കൂൾ ആനിവേഴ്സറി നടക്കുന്ന ഒരു ഡേറ്റിന് അവർ അവൈലബിൾ ആണോ എന്നും കൂടി നോക്കണം. അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് അവർക്ക് വരാനായിട്ട് സാധിക്കുക, അല്ലെ? അപ്പോ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ പോലുള്ള ചില ഇതിൽ ഇൻവിറ്റേഷൻസ് ഒക്കെ അച്ചടിച്ചിറക്കാറുണ്ട്, അല്ലെ? നോട്ടീസ്, ഇൻവിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് ഇഷ്യൂ ചെയ്യണം. VIPsന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഇൻവിറ്റേഷൻ ഇഷ്യൂ ചെയ്യണം. അതുപോലെ തന്നെ അവര് വരുമ്പോൾ എന്താ പറയാ വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും അവര് വരുന്നത് മുതൽ പോകുന്നത് വരെയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് ടീച്ചേഴ്സിനാണ്. പിന്നെ അതുപോലെ റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം? ടീച്ചേഴ്സ് ചെയ്തു കൊടുത്തിരിക്കണം. ആര് വരുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത്? ആരുടെ കാര്യം പറഞ്ഞത്? അപ്പോ ഇൻവിറ്റേഷൻ അവരെ ആദ്യം VIP ആരാണെന്ന് സെലക്ട് ചെയ്യണം. ദെൻ അവർ അവൈലബിൾ ആണോ എന്ന് നോക്കണം. അതായത് നമ്മുടെ ഡേറ്റ് അനുസരിച്ചിട്ടാണോ അവര് അവൈലബിൾ ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഡേറ്റ് കൺഫേം ചെയ്യണം, ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യണം. പിന്നെ അവര് വരുമ്പോൾ അവരെ നോക്കാനുള്ള ഡ്യൂട്ടി, അതുപോലെ അവരുടെ റിഫ്രഷ്മെന്റ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ. ദെൻ അടുത്തതാണ് സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്. ഓക്കെ, സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് എന്താണ്? സബീഷ മേർ ഒന്ന് പറഞ്ഞേ. സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്. ഒന്നോ അധികമോ ടീച്ചേഴ്സ് ഈ ചാർജ് ഏറ്റെടുക്കേണ്ടതാണ്, ഈ റെസ്പോൺസിബിലിറ്റി. എന്ന് പറയുന്നത് സ്റ്റേജിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ടീച്ചേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഡെക്കറേഷൻ, പിന്നെ സീറ്റ് അറേഞ്ച്മെന്റ്, ഈ സംഭവങ്ങളൊക്കെ. പിന്നെ സ്കൂളിൽ ഇപ്പൊ സ്ക്രീന് യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡില് ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനിക്കുന്നത് വരെ ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവേണ്ടതാണ്. Okay. One of the few teachers taking this in charge should be responsible only for the mile arrangements. She should not move further up the stage. Others of the stage arrangement should take care of the decoration, seating arrangements, etc. If the screen is used, a teacher on each side of the screen should not move away till the end. അപ്പോ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാല് അതും ടീച്ചർമാരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വരുന്നത്.
എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? സ്റ്റേജ് അറേഞ്ച് ചെയ്യുമ്പോൾ, അതായത് സ്റ്റേജിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും സ്റ്റേജ് അറേഞ്ച്മെന്റ്സിന്റെ സമയത്തും ഒക്കെ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരിക്കണം. ഒരിടത്തോട്ടും മൂവ് ചെയ്യാനായിട്ട് പാടില്ല. ചിലപ്പോ ഒരു സൈഡിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ഉണ്ടാകാം. ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡിലാണ് ഉണ്ടാവുന്നത്. ലെഫ്റ്റും റൈറ്റും ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് നടത്തുമ്പോൾ നിൽക്കാറുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും എന്ത് ചെയ്യണം? അവിടെ നിന്ന് മൂവ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെ അതുപോലെ തന്നെ മറ്റു ചില ടീച്ചേഴ്സിന് ഡെക്കറേഷന്റെ ചാർജ് കൊടുക്കാം, അല്ലെ? തോരണങ്ങളൊക്കെ തൂക്കാനായിട്ട്, അല്ലെ? സ്റ്റേജ് മൊത്തം അലങ്കരിക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും ആർക്കുണ്ട്? ടീച്ചേഴ്സിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇരിപ്പിടം ക്രമീകരിക്കുക, അതായത് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. നമുക്കറിയാലോ, ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യണം? സ്റ്റേജിലായിരിക്കും ഇരുത്തുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് ആവശ്യമുള്ള ചെയർ, ടേബിള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ് പറയാ, അതായത് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ സ്റ്റേജിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ടീച്ചേഴ്സ് എന്ന രീതിയിൽ ആ സ്റ്റേജ് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് എഫക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇതില് നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ഓക്കെ. ശരിക്കും പറഞ്ഞാല് സ്റ്റേജിൽ ഒരു ഗാർഡൻ, എന്താ പറയാ, ഒരു സെക്യൂരിറ്റി പോലെ നമ്മൾ നിൽക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് അറേഞ്ച്മെന്റ് കാര്യങ്ങളും സ്റ്റേജ് അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ നമുക്കറിയാലോ, ആനിവേഴ്സറി ടൈമിലൊക്കെ എങ്ങനെയാണ് കുട്ടികളെ ടീച്ചേഴ്സ് തന്നെയല്ലേ അവരുടെ റോൾ നമ്പർ ഒക്കെ അനുസരിച്ച് കയറ്റുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആനിവേഴ്സറി നടക്കുന്ന സമയത്തൊക്കെ സ്റ്റേജ് എങ്ങനെയാണ്? എത്ര ടീച്ചേഴ്സിനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? പറയാമോ ഒന്ന്? കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും. കുട്ടികളുടെ അടുത്തായിട്ട് ടീച്ചർമാരുണ്ടാവില്ലേ? അവരെ വരിയായിട്ട് കയറ്റി വിടാനായിട്ട്. ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത പ്രോഗ്രാം, അത് കഴിയുമ്പോൾ വേറൊരു പ്രോഗ്രാം, അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ട് മിസ്സേ. ഓരോ ക്ലാസ്സിനും പ്രോഗ്രാമിന്റെ ഇൻചാർജ് കാണും. ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കും മുക്കാലും ഈ കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അവരെ എല്ലാം ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഇരുത്തിയിട്ട് ചിലപ്പോൾ അവർക്ക് അവരെ ഡ്രസ്സിങ് ഒക്കെ ചെയ്യണം. എല്ലാം ചെയ്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തിയിട്ട് പ്രോഗ്രാം അനുസരിച്ച് അവർ കയറ്റിവിടും. അത് കഴിഞ്ഞിട്ട് അവരവരെ പതിയെ കൊണ്ടുപോയി പിന്നെ പുറകിലൊക്കെ അവർ ഇരിക്കേണ്ട സ്ഥലത്ത് കൊണ്ട് പിന്നെ ഇരുത്തും. അങ്ങനെ ഓരോ ക്ലാസ്സിലെ ടീച്ചേഴ്സിനും അതിന് ഉത്തരവാദികളാണ്. ആരാണ് പഠിപ്പിക്കുന്ന അവർക്കാണ് മെയിൻ ഉത്തരവാദിത്വം. അതെ. ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്. മഞ്ജുഷ സുമേഷ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, എന്താണ് ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റിൽ പറയുന്നത്? മഞ്ജുഷ. ഓക്കെ. അതായത് the teachers of this charge should perform the work of purchasing, preparing, allocation and cleaning the vessels. They should keep proper vouchers and hand over them to the principal. അതായത് നമ്മള് ഇപ്പൊ VIPs ഒക്കെ വരുമ്പോഴും അതുപോലെ തന്നെ മറ്റ് പാരന്റ്സ് ഒക്കെ വരുമ്പോഴും ഇവർക്കൊക്കെ നമ്മള് എന്താ പറയാ, വാട്ടർ കൊടുക്കാറുണ്ട്, സ്നാക്സ് കൊടുക്കാറുണ്ട്, ടീ കൊടുക്കാറുണ്ട്, കോഫി കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മുതൽ പ്രിപ്പയർ ചെയ്യുന്നത് വരെ, അത് ക്ലീൻ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ചായ, കാപ്പി, അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റം കൊടുക്കുന്ന ആ ഒരു സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് മുതല് ഇത് കൊടുത്തു കഴിഞ്ഞ ആളുകൾക്ക് സർവ് ചെയ്ത് കഴിഞ്ഞ് പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങള് ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം നടക്കേണ്ടത്? ടീച്ചേഴ്സിന്റെ മേൽനോട്ടത്തിലായിരിക്കണം നടക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്, എത്ര ഐറ്റംസ് ആണ് സെർവ് ചെയ്തത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? പ്രിൻസിപ്പളിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എമൗണ്ട്, അതായത് ബഡ്ജറ്റിംഗിൽ ഇതൊക്കെ കണക്കാക്കും, അല്ലെ? അതായത് ടോട്ടൽ ഒരു സ്കൂളിന്റെ ചെലവില്, എക്സ്പെൻസസിലേക്കാണ് അത് പോകുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടും എത്ര രൂപ ചെലവായി, എത്ര സാധനങ്ങൾ മേടിച്ചു എന്നൊക്കെ പ്രിൻസിപ്പളിന് അറിയേണ്ടതുണ്ട്. പ്രിൻസിപ്പളാണ് ഫിനാൻഷ്യൽ പോളിസി റെഡിയാക്കുന്നത്, അല്ലെ? അപ്പോ എന്ത് ചെയ്തിരിക്കണം? ടീച്ചർമാര് ഈ വിവരങ്ങള് ഹെഡ് മാസ്റ്റർക്ക് പാസ് ചെയ്തിരിക്കണം. ഓക്കെ. അതാണ് അവിടെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്.
Then നാലാമത്തേതാണ് പീസ് കീപ്പിംഗ്. In many schools, when the meeting is started, the teacher align in a row and sit together, which is wrong thing. Those who are not having the prime work of inviting the VIP stage arrangements and any other dispersed work, it is indirect that they are given peacekeeping duty. They should not only stand on both sides of the meeting hall at a gap with each other, but also in the center and a few at the gate. അതായത് എന്താ പറയാ, പീസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതായത് സമാധാനം, ക്രമസമാധാനം എന്ന് പറയുമല്ലേ. നമ്മള് ഇപ്പൊ അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ കുട്ടികൾ ശരിയായിട്ട് ക്യൂ ആയിട്ടാണോ നിൽക്കുന്നത്, ഒച്ചയൊക്കെ ഉണ്ടാക്കാറ് സൈലന്റ് ആയിട്ടാണോ നിൽക്കുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അത് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ VIPs ഒക്കെ വരുമ്പോൾ, ചില ആളുകളൊക്കെ സിനിമാ താരങ്ങളൊക്കെ വരുമ്പോൾ, വലിയ വലിയ VIPs ഒക്കെ വരുമ്പോൾ കുട്ടികളും അതുപോലെ തന്നെ ആളുകളൊക്കെ സ്കൂൾ കോമ്പൗണ്ടിന് മുന്നിൽ തടിച്ചുകൂടാറുണ്ട് അല്ലെ. കാരണം അവരെ കാണാനും അവർക്കൊരു ഹായ് പറയാനും ഒരു സെൽഫി എടുക്കാനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ക്രൗഡ്നെസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് ടീച്ചറാണ്. കാരണം VIP ഒക്കെ വരുമ്പോൾ അവരെ സുരക്ഷിതമായിട്ട് സ്കൂൾ കോമ്പൗണ്ടിൽ കയറ്റുക, പിന്നീട് പരിപാടിക്ക് ശേഷം അവരെ സുരക്ഷിതമായിട്ട് കാറിൽ തിരിച്ചയക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആരാണ്? ടീച്ചേഴ്സാണ്. അപ്പോ പീസ് കീപ്പിംഗ് എന്ന് പറയുന്നത്, സമാധാന പരിപാലനം എന്ന് പറയുന്നത് സ്കൂളിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഗേറ്റിന്റെ അടുത്ത് വന്ന് ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ കൂടി നിൽക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ വർത്തമാനം പറയാനൊക്കെ നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യേണ്ടതും ടീച്ചറിന്റെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് ഗേറ്റ് ഡ്യൂട്ടി കേട്ടോ. It is the police statement that the entry, classroom, urinals, toilets and other weak spots, the chance for the crime are there to take place. So 3 or 4 of the teachers are allotted the gate attending work. They should go around the school including urinals and the lavatories and check the students once in a half an hour. 1 or 2 should ever be at the gate. ടീച്ചേഴ്സ് ഗേറ്റ് ഡ്യൂട്ടിക്ക് വരാറുണ്ട് അല്ലെ. നിങ്ങൾ കാണാറില്ലേ ചില ടീച്ചർമാര് വടിയുമായിട്ട് ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ. എന്തിനാണ് ഗേറ്റ് ഡ്യൂട്ടിക്ക് വരുന്നേ? പിള്ളേരെ അറേഞ്ച് ചെയ്ത് വിടാൻ, അല്ലെങ്കിൽ പിള്ളേര് റഷ് ചെയ്തിട്ട് ആക്സിഡന്റ് പറ്റും. അപ്പൊ ഇവിടെ ഒരു പോലീസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. പോലീസിന്റെ അഭിപ്രായത്തില് അതായത് ചില ക്ലാസ് റൂമുകളില്, അതുപോലെ തന്നെ യൂറിനൽസില്, ടോയ്ലറ്റുകളില്, അതുപോലെ തന്നെ സ്കൂളിൽ ചില വീക്ക് ആയിട്ടുള്ള സ്പോട്ടുകളുണ്ട്. അവിടെയൊക്കെ ക്രൈം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ നടത്താനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു 4 ടീച്ചേഴ്സ് അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ടീച്ചേഴ്സ് എങ്കിലും സ്കൂളിനെ മൊത്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. 3 or 4 ടീച്ചേഴ്സിന് എന്ത് കൊടുക്കണം? ഓവറോൾ സ്കൂൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ അവരെല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്യണം. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കുറ്റകൃത്യങ്ങൾ നടത്താൻ ചാൻസ് ഉള്ളത്. അതായത് യൂറിനൽസിലുണ്ട്, ടോയ്ലറ്റ്സിലുണ്ട്, പിന്നെ അതർ വീക്ക് സ്പോട്ടിലുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പ്ലേസസ് ഉണ്ട്. ഓക്കെ. അപ്പോ എന്ത് ചെയ്തിരിക്കണം? പിന്നെ അതുപോലെ തന്നെ 1 or 2 ഷുഡ് എവർ ബി അറ്റ് ദ ഗേറ്റ്. 1 or 2 ടീച്ചർമാര് മസ്റ്റ് ആയിട്ടും ഗേറ്റിന് ഫ്രണ്ടിൽ ഉണ്ടായിരിക്കണം. ചില കുട്ടികൾ വൈകി വരുന്നത് കാണാം. ചില കുട്ടികൾ നേരത്തെ വന്നിട്ട് ഷോപ്പിലൊക്കെ പോയിട്ട് ചോക്ലേറ്റും മറ്റു പല സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കാണാം. അപ്പൊ അവരെ കൃത്യസമയത്ത് ക്ലാസ് റൂമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഗേറ്റ് ഡ്യൂട്ടിക്ക് ടീച്ചേഴ്സിനെ മസ്റ്റ് ആയിട്ട് വെച്ചിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ് മിസ്. അപർണ മിസ്, നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് എടുത്തത്? ഏതൊക്കെ ചാപ്റ്റർ കഴിഞ്ഞു പാർട്ട് 4-ലെ? ആർക്കും അറിയില്ലേ?
ഏതൊക്കെ ചാപ്റ്ററാ കഴിഞ്ഞത് പാർട്ട് 4-ലെ? ഏതാ ഉഷ കഴിഞ്ഞത്? അപർണ മിസ് ഏതൊക്കെ എടുത്തേ? Good manners, supervising and reporting, man and environment. അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്റർ തീർന്നു. ഈ ഒരു ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക്? വെരി സിമ്പിൾ മിസ്. വെരി സിമ്പിൾ ആണ്. എല്ലാവർക്കും സിമ്പിൾ ആണോ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നാ എന്റെ സമ്മറി ഒന്ന് എഴുതാവോ? ഒരു 10 മിനിറ്റ് സമയം തരാനേ. ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് സമ്മപ്പ് ചെയ്യാവോ ഇതിനെ? റെഡിയാണോ നിങ്ങൾ? പറയൂ. Yes, miss. എല്ലാരും ഓക്കെയാണ്? റെഡിയാണ്? ഒരു 10 ലൈൻ മതി. 10 ലൈൻ, 10 ലൈൻസ് മതി. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായത്? അങ്ങനെ ഒരു ഓവറോൾ ഐഡിയ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഇതുകൊണ്ട് ഉണ്ടായിരുന്നു കൂടി ഒന്ന് അതിനകത്ത് കൂട്ടിച്ചേർക്കും. ഓക്കെ. പത്ത് മിനിറ്റ് തരാം കേട്ടോ. എഴുതാൻ പറയുമ്പോ പിള്ളേരൊക്കെ ലിസ്റ്റ് ആവുക ചെയ്യുക. എന്ത് കഷ്ടമാണ് നോക്കി.
എഴുതി കഴിഞ്ഞവര് പറയണം കേട്ടോ. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഇല്ല മിസ്സേ, ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് മീറ്റിംഗിന്റെ. ഓക്കെ. പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഉഷാനിന്റെ കഴിഞ്ഞോ?
ഒരുവിധം അവിടെ എഴുതി ഒന്ന് read പറയട്ടെ. ചെയ്യാമോ? ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിനുള്ള പ്ലാനും പ്രോഗ്രാമും ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നാമത്തത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്, സ്കൂളിന്റെ അന്തർഘടന, അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായങ്ങൾ, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, ധനസഹായങ്ങൾ, വിദ്യാർത്ഥിയുടെ ടീച്ചേഴ്സിന്റെ ഇടപാടുകൾ, പിന്നെ സർക്കാർ ഗവൺമെന്റ് ഗ്രാന്റുകൾ, സാമൂഹ്യ സംഘടനകളുടെ സംഭാവനകൾ, പിന്നെ ഉത്തരവാദിത്വങ്ങൾ, എല്ലാ ഫീസ് കളക്ഷനും ചെലവുകൾ, ഫണ്ടുകൾ എന്നിവ രേഖപ്പെടുത്തണം. ഓഡിറ്റ് റെഡിയാക്കണം. ആവശ്യമായ ബില്ല്, വൗച്ചറുകൾ എന്നിവ റെഡിയാക്കണം. പിന്നെ അഡ്മിഷൻ ഫീസ്, പ്രവേശന സമയത്ത് ഈടാക്കുന്നത്, ട്യൂഷൻ ഫീസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിലുണ്ട് മിസ്. ഇത്രയൊക്കെ ഞാൻ എഴുതിയുള്ളൂ, അപ്പൊ സമയം കഴിഞ്ഞു. പിന്നെ ട്യൂഷൻ ഫീസ്, പരീക്ഷാ ഫീസ്, യൂണിഫോം ഫീസ്, ജനറൽ ടൂറ്, ലോക്കൽ ടൂറ്, റഷ്യൻ തരം ടൂറ്, ഇതെല്ലാമാണ് ഇതിന്റെ സ്ഥാനം. വളരെ ഫലപ്രദമായി നമ്മൾ നടപ്പിലാക്കിയാൽ മാത്രമേ സ്കൂള് ഭംഗിയായിട്ട് ഓടുകയുള്ളൂ. ഓക്കെ മിസ്. നന്നായിട്ടുണ്ട് കേട്ടോ. വായിക്കട്ടെ. വായിച്ചു. ജസ്റ്റ് സമ്മറി ചേച്ചി പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി ഡീറ്റെയിൽ ചെയ്തിട്ടില്ല കേട്ടോ. Institutional planning is a systemic way to the plan and program for the development of institution. Various factors influence planning: work factor, staff factor, cost factor, time factor, and equipment factor. Financial assistance is an important aspect of planning. Planning can only be done based on the revenue and expenditure. The financial responsibilities are carried out by the headmaster. ഒരു മിനിറ്റ് മിസ്. Okay. Okay. The fees collection duty will be entrusted on teachers. There are different kinds of fees such as opening, tuition, exam, and uniform fees. These fees are collected by teachers as per the occasion. There are different type of tours for children like general tour, local tour, and Russian kind of tour. For the refreshment and fulfillment of teachers, teacher tour also will be conducted. In all above tours, complete details should be furnished before the principal. Various functions and meetings will be conducted in the school and the duties will be distributed among the teachers. അത്ര എഴുതിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ ആരാണ്? നെക്സ്റ്റ് ആരാണ് എഴുതിയിട്ടുള്ളത്? ഞാൻ പറയാം മിസ്. Institutional planning means institutional planning is a systematic way to the plan and program for the development of the institutions. Teachers are the main objectives of the institutional planning was improvement in the outcomes of students, teaching learning methods, co-curricular activities, and professional development of teachers are the main objectives of the institutional planning. Planning is the responsibilities of the school head. Planning means getting things done. Factors influencing planning: work factors, cost factors, time factors, equipment factors. Financial assistance relies on the strength of the school. The teacher is entrusted with the work of fees collection. The control and management of school finance is the major responsibilities of a school head. Financial responsibilities of the school head: to prepare school financial policy or school budget, to supervise whether the allocations in the school budget are spent in according with the financial regulations and the logistics, to collect earnings such as tuition fees, caution deposits, exam fees, uniform fees, and so on, to see whether records are carefully kept for all items of expenses, to see whether a good system of accounting is correctly maintaining in the school. The fees are collected in the following heads: opening fees, tuition fees, exam fees, uniform fees, tour function and program fees, general tour or long tour, local tour, Russian kinds of tour, teacher fee,
teacher is given fees collection work is collection in it with date, name of students, amount collected, and the purpose as the heading of the page. She should note the bill number, serial number, and the name of the student when the bill are dispersed. ഇത്ര എഴുതിയിട്ടുള്ളൂ സർ. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ, എല്ലാവരും നന്നായിട്ട് വായിച്ചു. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് നാളെ എടുക്കാം കേട്ടോ. പുതിയ ചാപ്റ്റർ ആയിരിക്കും നാളെ എടുക്കുന്നേ. നാളെ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഏത് ചാപ്റ്ററാ മിസ് എടുക്കുന്നേ? ചാപ്റ്റർ 4 കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ കേട്ടോ. വലിയ ചാപ്റ്റർ, വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. കുറെ പേജ് ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? Yes, miss. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? ഞാൻ കഴിച്ചു. Yes, miss. എല്ലാവരും കഴിച്ചു. കഴിക്കാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കഴിക്കുക കേട്ടോ. ഓക്കെ, മിസ് കഴിച്ചോ? ഞാൻ കഴിച്ചു. താങ്ക് യു സോ മച്ച്. എന്താ ഞാൻ ഡിഗ്രി ചെയ്യണ്ടായിരുന്നു ഡിസ്റ്റന്റ് ആയിട്ട്. ഇന്ന് എന്റെ ഫൈനൽ റിസൾട്ട് വന്നു, പാസ്സായിട്ടോ. പാസ്സായി? ഓ, കൺഗ്രാറ്റുലേഷൻ. ചെലവുണ്ട്. ചെലവുണ്ട്. കൊടുക്കണം. എങ്ങനെ കൊടുക്കും ചെലവ്? ഓൺലൈനിലൂടെ എങ്ങനെ കൊടുക്കും? വെർച്വലായിട്ട് പൈസ വെച്ച് വിളമ്പിയാലോ? ഇവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സിനൊന്നുമില്ലേ? അപ്പൊ കൊടുത്താൽ മതി. ഞാന് എബ്രോഡാണ്, സൗദിയിലാണ്. എങ്ങോട്ടാണല്ലേ? ഓക്കെ, താങ്ക് യു. ആ